മറ്റൊന്ന് വിജയ് നടത്തുന്ന നീക്കങ്ങളാണ്. കരൂരിലെ ദുരന്തഭൂമിയിലേക്ക് എത്താനുള്ള ശ്രമം വിജയ് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് കോടതി ആ വിഷയം പരിഗണിക്കും എന്നുകൂടി ടി.വി.കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് കോടതി ഇന്ന് പരിഗണിക്കുന്ന നില ഉണ്ടായിട്ടില്ല. അത് അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും ദിവസം ഇനിയുമുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരാമർശങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അനുകൂലമായ എന്തെങ്കിലും സമീപനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരായുധമാക്കി അവിടേക്ക് എത്താം എന്നുള്ളതൊക്കെ ടി.വി.കെയുടെ ഒരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ ഇപ്പോഴാ ഹർജി പരിഗണിക്കാൻ കോടതി വൈകും എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ വിജയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്, ഈ ദുരന്തഭൂമിയിലേക്ക് നേരിട്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അനുമതി എടുക്കുക, മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടി.വി.കെ ആലോചിക്കുന്നത്? മുഹമ്മദ് റയീസ്. എന്തായാലും വിജയ് കോടതി അനുമതിയോടുകൂടി പോലീസ് ഇടപെടില്ല എന്നുള്ള ഉറപ്പ് നൽകി. കളക്ടർ ആ ഉത്തരവിനെ അല്ലെങ്കിൽ വിജയ് എത്തുന്നതിനെ എതിർക്കില്ല എന്ന് അറിയിച്ചതിന് പിന്നാലെ മാത്രമാകും ഒരുപക്ഷെ വിജയ് അവിടേക്ക് എത്തുക. അതിന് ഇനിയും സമയമെടുക്കും. പക്ഷേ അതിന് മുൻപ് തന്നെ ഒരു ടി.വി.കെ പ്രതിനിധിയെ അവിടേക്ക് അയക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അത് ഇന്നും വിജയ് ചില നേതാക്കളുമായി ഓൺലൈനിൽ യോഗം ചേർന്നിരുന്നു. അപ്പോഴാണ് ഈ ആദവ് അർജുനെ പോലെ ഒരു നേതാവിനെ ഇനിയും വൈകാതെ കരൂരിലേക്ക് എത്തിക്കണം, എത്രയും പെട്ടെന്ന് കരൂരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ടി.വി.കെ എത്തിയത്. അപ്പോൾ അത്തരത്തിൽ ആദവ് അർജുനെ എങ്കിലും കരൂരിലേക്ക് എത്തിച്ചൊന്ന് മുഖം രക്ഷിച്ചെടുക്കാൻ ടി.വി.കെ ശ്രമിക്കുന്നുണ്ട്. മറിച്ച് വിജയ് അവിടെ എത്താനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം ഒന്നാമത് അദ്ദേഹത്തിന് പോലീസ് അവിടെ എത്താനുള്ള അനുമതി നൽകാനുള്ള സാധ്യത കുറവാണ്. രണ്ട്, അദ്ദേഹം അവിടേക്ക് എത്തിയാൽ കൂടുതൽ പ്രതിഷേധമുണ്ടായേക്കാം. ഏത് നിലയിലാണ് ജനങ്ങൾ പെരുമാറുന്നതെന്നറിയില്ല. ഇപ്പോൾ തന്നെ അവിടെ വിജയ്ക്കെതിരെയുള്ള പോസ്റ്ററും മറ്റും ഒക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് വിജയ്ക്കെതിരെ പ്രതിഷേധമുണ്ടായാൽ അത് വീണ്ടും ഇത്തരത്തിലൊരു വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങും. ടി.വി.കെ പ്രവർത്തകർ അവിടേക്ക് എത്തും. പിന്നീട് അതൊരു വലിയ അടിപിടികളിലേക്കും മറ്റുമൊക്കെ കടക്കും. അതുകൊണ്ട് തന്നെയാണ് വിജയ് ഇപ്പോൾ അവിടേക്ക് എത്തുന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനമെടുത്തിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ്, പട്ടണപ്പാക്കത്തെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ വെച്ച് ചില നേതാക്കളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ ടി.വി.കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കേസ് പരിഗണിക്കാതിരുന്നത് വളരെ തിരിച്ചടിയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ പോലീസിനെതിരെ കോടതിയിൽ നിന്നുണ്ടാകുന്ന ആരോപണങ്ങളൊക്കെയും മുനയാക്കിക്കൊണ്ട് അതിനെയൊക്കെയും DMK-ക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കാമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു പ്രധാനമായും ടി.വി.കെക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. കേസ് വെള്ളിയാഴ്ച മാത്രമേ പരിഗണിക്കുള്ളൂ എന്നറിയിക്കുമ്പോൾ ഇനിയും 4 ദിവസമുണ്ട്. ഈ 4 ദിവസം DMK കൃത്യമായി ഉപയോഗിക്കും. അത് അവർ കൂടുതൽ നേതാക്കൾ ഈ പറയുന്ന മരിച്ചവരുടെ കുടുംബങ്ങളിലേക്കും അപകടത്തിൽപ്പെട്ടവരുടെയും അടുത്തേക്ക് എത്തും. അതിനപ്പുറത്തേക്ക് വിജയ് അവർ ഇൻഡയറക്റ്റായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെ DMK നടത്തും. ആ ക്യാമ്പയിനിൽ പെട്ട വിജയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പിന്നീട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമോ എന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളിലേക്കൊക്കെ DMK കടക്കും. അപ്പോൾ അത്തരത്തിൽ DMK വിജയെ കടന്നാക്രമിക്കുന്നു. ഏത് നിലയിലാകും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുക എന്നുള്ളതാകും ഇനി ഏറ്റവും പ്രധാനമായി വരിക. ടി.കെ. ശരി, മുഹമ്മദ് റഹീസ് കരൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുക, അതിലൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളത് ടി.വി.കെക്കും വിജയ്ക്കും എളുപ്പമുള്ള കാര്യമല്ല. DMK-യും സജീവമായി ഈ വിഷയം ഇൻഡയറക്റ്റായി തന്നെ സജീവമായി ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വിജയ പ്രതിരോധത്തിലേക്ക് ആക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുമുണ്ട്. റഹീസ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.